അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും അബു ഐമൻ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് 3-ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം 2-ാം ഭാഗത്തിലെ 18-ാമത്തെ അധ്യായമാണ്. നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. അദ്ദർസു സാമിന അശറ, മിർആത്തുൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ കണ്ണാടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർശിന് ചുറ്റും പ്രകാശത്തിൻ്റെ മിമ്പറുകളുണ്ട്. ആ മിമ്പറിൽ ഒരു വിഭാഗം ആളുകളുണ്ട്. അവരുടെ വസ്ത്രങ്ങൾ പ്രകാശിക്കുന്നതാണ്, അവരുടെ മുഖങ്ങളും പ്രകാശിക്കും. അവർ നബിമാരല്ല, രക്തസാക്ഷികളല്ല. സ്വഹാബികൾ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, അവർ ആരാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ അല്ലാഹു തആലയുടെ പ്രീതിക്കു വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നവരാണ്, അല്ലാഹു തആലയുടെ പ്രീതിക്ക് വേണ്ടി കൂടിയിരിക്കുന്നവരാണ്, അല്ലാഹു തആലയുടെ പ്രീതിക്കു വേണ്ടി പരസ്പരം സന്ദർശിക്കുന്നവരുമാണ്. ഉസ്താദ് പറഞ്ഞു, നന്മയിൽ പരസ്പരം സ്നേഹിക്കുകയും കൂട്ടുകൂടുകയും ചെയ്യുന്ന നല്ല സുഹൃത്തുക്കൾക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈമാനും തഖ്വയുമുള്ളവരായിരിക്കണം നമ്മുടെ കൂട്ടുകാർ. നമ്മുടെ കൂട്ടുകെട്ട് നല്ലതിനായിരിക്കണം. ചീത്ത ആളുകളുമായി കൂട്ടുകൂടരുത്. കൂട്ടിന് തിരഞ്ഞെടുക്കുന്ന സ്നേഹിതൻ ബുദ്ധിമാനും സൽസ്വഭാവിയും സദാചാരിയും സുന്നിയും ദുന്യാവിൽ അത്യാഗ്രഹമില്ലാത്തവനും ആയിരിക്കണമെന്ന് ഇമാം ഗസാലി റഹിമഹുല്ലാ പറഞ്ഞിട്ടുണ്ട്. സ്നേഹിതന്മാരോടും കൂട്ടുകാരോടും നിരവധി കടമകളുണ്ട്. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 8 1. സാമ്പത്തിക സഹായം നൽകുക. 2. ശാരീരിക സഹായം നൽകുക. 3. അവനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും ചെയ്യാതിരിക്കുക. 4. സ്നേഹം അറിയിക്കുകയും നന്മകളെ പ്രശംസിക്കുകയും ഉപകാരത്തിന് നന്ദി പറയുകയും ചെയ്യുക. 5. അനിഷ്ടകരമായ കാര്യങ്ങൾക്ക് മാപ്പു നൽകുക. 6. ജീവിതകാലത്തും മരണാനന്തരവും അവനു വേണ്ടി പ്രാർത്ഥിക്കുക. 7. സ്നേഹബന്ധം നിലനിർത്തുക. മരണാനന്തരം അവൻ്റെ ബന്ധുക്കളോടും സ്നേഹിതന്മാരോടും സ്നേഹബന്ധം പുലർത്തുക. 8. അവന് വിഷമകരമായ ഒരു കാര്യവും ആവശ്യപ്പെടാതിരിക്കുക. അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഏതൊരാളും അവൻ്റെ കൂട്ടുകാരൻ്റെ ചര്യയനുസരിച്ച് വിലയിരുത്തപ്പെടും. ഇനി നമുക്ക് തദ്രീബാത്തിലേക്ക് പ്രവേശിക്കാം. ആദ്യ വർക്ക് നഫ്ഹമു വനഖറഉ. നമുക്ക് വായിക്കാം, നമുക്ക് മനസ്സിലാക്കാം. മിമ്പർ, സ്റ്റേജ്. പ്രശംസിക്കുക, പുകഴ്ത്തുക. നൂർ, പ്രകാശം. മരണാനന്തരം, മരണത്തിനു ശേഷം. തഖ്വ, ഭയഭക്തി. നബിയുൻ, അതിൻ്റെ ബഹുവചനം അംബിയാ, അർത്ഥം നബിമാർ. മുഅ്മിനുൻ, സത്യവിശ്വാസി. മിർആത്തുൻ, കണ്ണാടി. സൽ സ്വഭാവം, നല്ല സ്വഭാവം. ഷഹീദുൻ, അതിൻ്റെ ബഹുവചനം ശുഹദാ, രക്തസാക്ഷികൾ. ഇനി നമുക്ക് 2-ാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. നുജീബ്. ചോദ്യം 1. കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? ഉത്തരം: നമ്മുടെ കൂട്ടുകാർ ഈമാനും തഖ്വയുമുള്ളവരായിരിക്കണം. കൂട്ടുകെട്ട് നല്ലതിനായിരിക്കണം. ചീത്ത ആളുകളുമായി കൂട്ടുകൂടരുത്. ചോദ്യം 2. അർശിന് ചുറ്റുമുള്ള മിമ്പറുകളിൽ ഇരിക്കുന്നവർ എങ്ങനെയുള്ളവരാണ്? ഉത്തരം:
അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്നവരാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൂടിയിരിക്കുന്നവരാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം സന്ദർശിക്കുന്നവരുമാണ്. ചോദ്യം 3. സ്നേഹിതന്മാരോടുള്ള പ്രധാന കടമകൾ എന്തെല്ലാം? ഉത്തരം: സാമ്പത്തിക സഹായം നൽകുക, ശാരീരിക സഹായം നൽകുക, അവനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും ചെയ്യാതിരിക്കുക, സ്നേഹം അറിയിക്കുകയും നന്മകളെ പ്രശംസിക്കുകയും ഉപകാരത്തിന് നന്ദി പറയുകയും ചെയ്യുക, അനിഷ്ടകരമായ കാര്യങ്ങൾക്ക് മാപ്പ് നൽകുക, ജീവിതകാലത്തും മരണാനന്തരവും അവന് വേണ്ടി പ്രാർത്ഥിക്കുക, സ്നേഹബന്ധം നിലനിർത്തുക, മരണാനന്തരം അവൻ്റെ ബന്ധുക്കളോടും സ്നേഹിതന്മാരോടും സ്നേഹബന്ധം പുലർത്തുക, അവന് വിഷമകരമായ ഒരു കാര്യവും ആവശ്യപ്പെടാതിരിക്കുക. ഇനി നമുക്ക് അവസാന വർക്കിലേക്ക് പ്രവേശിക്കാം. നുൻഷി ഉൽ ജുമൽ വാചകം തയ്യാറാക്കാനാണ്. കടമകൾ. മാതാപിതാക്കളോട് പുലർത്തേണ്ട നിരവധി കടമകളുണ്ട്. പരസ്പരം. നാം പരസ്പരം സ്നേഹിക്കണം. തിരഞ്ഞെടുത്തു. ഞാൻ നല്ല കൂട്ടുകാരനെ തിരഞ്ഞെടുത്തു. ഒരു വിഭാഗം കുട്ടികൾ പള്ളിയിൽ പോയി. പ്രതിഫലം. സൽക്കർമ്മങ്ങൾക്ക് അല്ലാഹു പ്രതിഫലം നൽകും.